നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അല്ലാഹു തആല 4 വാചകങ്ങൾ പ്രത്യേകം ദിക്റുകൾക്ക് പ്രാധാന്യമുള്ള വാചകങ്ങളായി തെരഞ്ഞെടുത്തിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ. ഈ 4 വാക്കുകളാണ് ഏറെ പ്രാധാന്യമുള്ള വാക്കുകളായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എടുത്തു പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ഓരോന്നിൻ്റെയും മഹത്വം പറയാണ്. ഫമൻ ഖാല സുബ്ഹാനല്ലാഹ്, ആരെങ്കിലും സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ കുതിബത് ലഹു 20 ഹസന, അവന് 20 നന്മകൾ രേഖപ്പെടുത്തപ്പെടുന്നതാണ്. ഒരു സുബ്ഹാനല്ലാഹ് പറഞ്ഞാൽ 20 നന്മ അതിന് രേഖപ്പെടുത്തപ്പെടും. വഹുത്തത് അൻഹു 20 സയ്യിഅ, അത് കാരണമായി 20 തിന്മകൾ, ചെറുദോഷങ്ങൾ അവനിൽ നിന്ന് അല്ലാഹു തആല പുറത്ത് അത് മറച്ചുവെച്ച് അവന് വിട്ടുവീഴ്ച ചെയ്ത് മാപ്പാക്കി കൊടുക്കുന്നതാണ്. അപ്പൊ 20 നന്മകൾ, അതോടൊപ്പം 20 തിന്മകൾ നമ്മിൽ നിന്ന് പോക്കിക്കളയുകയും ചെയ്യുന്നു ഒരൊറ്റ സുബ്ഹാനല്ലാഹ്. വീണ്ടും പറഞ്ഞു, വമൻ ഖാല അല്ലാഹു അക്ബർ, ആരെങ്കിലും അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ മിസ്ലു ദാലിക്, ഇതേപോലെ തന്നെയാണ്, അഥവാ 20 നന്മ എഴുതപ്പെടും, 20 തിന്മകൾ അവനിൽ നിന്ന് മായ്ക്കപ്പെടും. വമൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാരെങ്കിലും പറഞ്ഞാൽ മിസ്ലു ദാലിക്, ഇപ്രകാരം തന്നെയാണ്, 20 നന്മകൾ എഴുതപ്പെടും, 20 തിന്മകൾ മായ്ക്കപ്പെടും. വമൻ ഖാല, അത് പറഞ്ഞതിന്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അൽഹംദുലില്ലയെ കുറിച്ച് പറയുന്നിടത്ത് ഇങ്ങനെ പ്രത്യേകം എടുത്തു പറഞ്ഞു, വമൻ ഖാല അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ മിൻ ഖിബലി നഫ്സിഹി കുതിബത് ലഹു 30 ഹസന വഹുത്ത അൻഹു 30 ഖതീഅ. ആരെങ്കിലും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ മിൻ ഖിബലി നഫ്സിഹി, മറ്റൊരു പ്രേരണയും അവനത് പറയാനില്ല എന്ന് പറഞ്ഞാൽ, നമ്മൾ അൽഹംദുലില്ലകൾ പല അവസരങ്ങളിൽ പറയാറുണ്ട്. നമുക്ക് എന്തെങ്കിലും ഒരു സന്തോഷ വാർത്ത കേട്ടാൽ അൽഹംദുലില്ലാ എന്ന് പറയാറുണ്ട്. ഒരു മനുഷ്യൻ തുമ്മിയാൽ അൽഹംദുലില്ലാ എന്ന് പറയാറുണ്ട്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ എന്ന് പറയാറുണ്ട്. അങ്ങനെ പല ഘട്ടങ്ങളിൽ നമ്മൾ അൽഹംദുലില്ലാ പറയാറുണ്ട്. ഇത് അങ്ങനത്തെ ഒരു പ്രത്യേക സന്ദർഭം ഒന്നുമില്ലാതെ തന്നെ ആരെങ്കിലും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവ്വലോക പരിപാലകനായ അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും എന്ന് പറഞ്ഞാൽ കുതിബത് ലഹു, അവന് എഴുതപ്പെടും 30 ഹസന, 30 നന്മകൾ എഴുതപ്പെടും. വഹുത്ത അൻഹു 30 ഖതീഅ, 30 തിന്മകൾ അവനിൽ നിന്ന് ഇല്ലാതെയാക്കപ്പെടുകയും ചെയ്യും. സഹോദരങ്ങളെ, ഇവിടെ 4 ദിക്റുകളാണ് ഇവിടെ പഠിപ്പിക്കപ്പെട്ടത്. ആ 4 ദിക്റുകൾ നമ്മൾ പ്രത്യേകിച്ചൊന്നും അതിൽ പഠിക്കാനുള്ളതല്ല. എല്ലാവർക്കും, ഈ ശബ്ദം ശ്രവിക്കുന്ന ഓരോ മുസ്ലിമിനും അറിയാവുന്നവയാണ്. സുബ്ഹാനല്ലാഹ്, അതുപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, ഇതൊക്കെ എല്ലാവർക്കും അറിയാം. അതുപോലെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നുകൂടി അതിനോട് ചേർത്ത് പറയുമ്പോൾ അതിന് 30 നാ പറഞ്ഞത്. മറ്റതൊക്കെ ആ നിലക്ക് 4 ദിക്റുകൾ, പക്ഷേ 90 പ്രതിഫലമാണ് അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്നത്. 90 നന്മകൾ എഴുതപ്പെടുകയാണ്, 90 തിന്മകൾ നമ്മളിൽ നിന്ന് കൊഴിഞ്ഞു പോവുകയാണ്.